നമ്മളിപ്പോ നിൽക്കുന്നത് ദേശീയ സരസ് മേളയുടെ ഫുഡ് കോർട്ടിലാണ്. ഇന്നത്തെ വെള്ളിയാഴ്ച ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് തൃത്താല മുഴുവൻ ഫുഡ് കോർട്ടിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ വിഭവങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും ഉള്ള കോർട്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഭക്ഷണശാലകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃത്താല സരസ് മേളയുടെ ഭാഗമായിട്ടുള്ള ഫുഡ് കോർട്ടിലാണ്. പലതരം വിഭവങ്ങൾ, പലതരം നമ്മൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പലതരം വിഭവങ്ങൾ നമുക്ക് ഭക്ഷിക്കാൻ കഴിയും. ഈ മേള നിങ്ങൾ ഉടൻ വന്നൊന്ന് സന്ദർശിച്ച് അനുഭവിച്ചറിയൂ. ചാലിശ്ശേരിയിൽ രുചിവൈവിധ്യങ്ങളുടെ കലവറ തുറന്ന് കുടുംബശ്രീ ദേശീയ സരസ് മേള. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സരസ് മേളയിൽ എത്തിച്ചേർന്ന 150-ൽ പരം സംരംഭകരുടെ 32ഓളം ഭക്ഷ്യവിപണന സ്റ്റാളുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ മെഗാ ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് കേരള നിയമസഭാ സ്പീക്കർ AM ഷംസീർ നിർവഹിച്ചു. രാജസ്ഥാൻ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ആസാം, ലക്ഷദ്വീപ് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങളും കേരളത്തിലെ 14 ജില്ലകളിലെയും തനത് ഭക്ഷ്യവിഭവങ്ങളും അടക്കം ഒരു രാജകീയ വിരുന്ന് തന്നെയാണ് ചാലിശ്ശേരിയിലെ മുലമ്പറത്ത് മൈതാനത്ത് 13ാം ദേശീയ സരസ് മേളയിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തിന് ശേഷം സ്പീക്കർ, മന്ത്രി MP രാജേഷ്, MLA-മാരായ മുഹമ്മദ് മോഹസിൻ, P മമ്മിക്കുട്ടി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ തുടങ്ങിയവർ ഭക്ഷ്യ സ്റ്റാളുകൾ സന്ദർശിക്കുകയും കുടുംബശ്രീ സംരംഭകർ ഒരുക്കിയ ഭക്ഷ്യവിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു. രാജസ്ഥാന്റെ റബ്ദി ഘിരവ്, ആന്ധ്രാപ്രദേശിന്റെ കോക്കനട്ട് റൈസ്, പഞ്ചാബ് ചോള ഭട്ടൂര, ലക്ഷദ്വീപിന്റെ ഫിഷ് മടത് തുടങ്ങിയ വിവിധ നാടുകളിലെ തനതായ രുചി വിഭവങ്ങൾ പരിചയപ്പെടാനും പുത്തൻ രുചിക്കൂട്ടുകളിലെ വ്യത്യസ്തമായ രുചി അനുഭവങ്ങൾ ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദേശീയ സരസ് മേളയിലെ ഇന്ത്യൻ ഫുഡ് കോർട്ട് സന്ദർശിക്കാമെന്ന് ഫുഡ് കോർട്ട് സംഘാടക സമിതി ചെയർമാൻ PR കുഞ്ഞിനി പറഞ്ഞു. ഫുഡ് കോർട്ടാണ് ഈ കാണുന്നത്. ഫുഡ് കോർട്ടിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് നല്ല രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അതിന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കോർട്ടിൽ 32 സ്റ്റാളുകൾ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 18 സ്റ്റാളുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകളാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് അവർ ഇവിടെ ഈ സ്റ്റാളുകളിൽ വിഭവങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ കേരളത്തിൽ നിന്നുള്ള പല എല്ലാ ജില്ലകളിൽ നിന്നുള്ള സ്റ്റാളുകളും ഇവിടെ ഉണ്ട്. അങ്ങനെ നല്ല ജനത്തിരക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രൂപത്തിൽ സ്റ്റാളുകളുടെ പ്രവർത്തനം, വൈവിധ്യമാർന്ന ഭക്ഷണ സാധനം ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും, കാശ്മീരിലുണ്ട്, അതുപോലെ തന്നെ മറ്റെല്ലാ സ്റ്റേറ്റുകളിലെയും ഭക്ഷണ സാധനങ്ങളുണ്ട്. അതൊക്കെ ആസ്വദിക്കാനും കഴിക്കാനും നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഉൽപ്പന്നങ്ങൾ വിപണന മേള നടക്കുന്നുണ്ട്. 250 സ്റ്റാളുകളാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ നിന്നുള്ള സ്റ്റാളുകളും ഉണ്ട്. 250 സ്റ്റാളുകൾ അവിടെ ഉണ്ട്. അമ്യൂസ്മെന്റ് പാർക്കുണ്ട്, കാർണിവലുണ്ട്, അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാമുകളുണ്ട്. എല്ലാ ദിവസവും കൾച്ചറൽ പ്രോഗ്രാമുകളുണ്ട്. ഇങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ച ആസ്വദിച്ചു പോകാൻ ഈ തൃത്താലക്കാർക്കും ചാലിശ്ശേരിക്കാർക്കും അവസരമൊരുക്കിയത് തൃത്താലയുടെ MLA മന്ത്രിയുമായ MP രാജേഷാണ്. അദ്ദേഹത്തിൻ്റെ ആ ഇടപെടൽ വളരെയധികം ആളുകൾക്ക് സന്തോഷം നൽകുന്ന രീതിയാണ് കണ്ടുവരുന്നത്.